നമ്മുടെ രക്ഷകനും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇത് പ്രഭാത സന്ദേശം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനേക ആഗ്രഹങ്ങളുണ്ട്, അനേക അപേക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ അർപ്പിക്കുവാനായിട്ടുണ്ട്. എന്നാൽ അത് എപ്രകാരമായിരിക്കണം എന്നുള്ളത് നാം വളരെ ശ്രദ്ധിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ കാര്യമാണ്. 27-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് വായിപ്പാൻ കഴിയുന്നു: ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു പ്രാർത്ഥനാ വാചകം നമുക്കിവിടെ കാണുവാൻ കഴിഞ്ഞത്. നമ്മുടെ അപേക്ഷയും നമ്മുടെ ആഗ്രഹവും അതേത് രീതിയിലാണ്? അപേക്ഷ, ആഗ്രഹം, അത് രണ്ട് രീതിയിൽ, ഒരു റെയിൽ പാളത്തിൻ്റെ രണ്ട് ട്രാക്കുകൾ പോലെ യാതൊരു വിധത്തിലും ബന്ധമില്ലാത്ത നിലയിലാണെങ്കിൽ അതിന് ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ കഴിയുകയില്ല. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്: ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. ഭക്തൻ്റെ അപേക്ഷയും ആഗ്രഹവും ഒന്ന് തന്നെയാണ്. അത് ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒന്ന്, യഹോവയുടെ മനോഹരത്വം തനിക്ക് കാണണം. രണ്ട്, അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കുവാനിടയാകണം. മൂന്ന്, യഹോവയുടെ ആലയത്തിൽ പാർക്കുവാൻ താൻ ആഗ്രഹിക്കുന്നു. മനോഹരത്വം കാണുക, ദൈവ സാന്നിധ്യം, കർത്താവിൻ്റെ ദൈവികമായ ആ മനോഹരത്വം കാണുക എന്ന് പറയുന്നത് എത്ര സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം സാധിക്കുക മാത്രമായിട്ട് നമ്മുടെ ആത്മീയ ലക്ഷ്യം അല്ലെങ്കിൽ പ്രാർത്ഥനയും അപേക്ഷയും ആയിത്തീർന്നാൽ അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ യഥാർത്ഥമായി സന്തോഷിപ്പാൻ കഴിയത്തില്ല. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്: തനിക്ക് മനോഹരത്വം കാണണം, ദൈവസന്നിധിയിൽ, ദൈവത്തിൻ്റെ ആലയത്തിൽ തനിക്ക് ധ്യാനിക്കണം. ഒരായുസ് മുഴുവനും, തൻ്റെ ആയുഷ്കാലമൊക്കെയും തനിക്ക് ലഭിച്ച 70, ഏറെയായ 80, അതല്ല, തനിക്ക് ദൈവം തന്നിരിക്കുന്ന ആയുസ് എത്രയാണോ, ആയുസ് മുഴുവനും ദൈവത്തിൻ്റെ ആലയത്തിൽ പാർക്കുവാനുള്ള തൻ്റെ ആഗ്രഹം. എന്താണിത് നമുക്ക് അർത്ഥമാക്കുവാൻ കഴിയുന്നത്? നമ്മുടെ ജീവിതത്തിൽ മനോഹരത്വം കാണുക, ആ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് ആ ദൈവ സാന്നിധ്യം, ആ ദൈവിക പ്രസൻസ് അനുഭവിക്കുവാൻ കഴിയുക എന്ന് പറയുന്നത് എത്ര സന്തോഷമുള്ളൊരു കാര്യമാണ്. ലോകത്തിൽ എങ്ങും ലഭിക്കാത്ത, ഒന്നിൽ നിന്നും ലഭിക്കാത്ത നിത്യമായ ഒരു സന്തോഷം പ്രാപിക്കുക, അതെത്ര അനുഗ്രഹിക്കപ്പെട്ടതാണ്. ദൈവസന്നിധിയിൽ ധ്യാനിക്കുക എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധം പുലർത്തിക്കൊണ്ടു പോവുകയാണ്. ദൈവവുമായി സംസാരിക്കുക, ദൈവം സംസാരിക്കുന്നത് കേൾക്കുക, ദൈവത്തോട് സംസാരിക്കുക. ആ ഒരു വലിയ ആത്മബന്ധം, വ്യക്തിപരമായ ആ വലിയ ബന്ധം എന്ന് പറയുന്നത് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ബന്ധമാണ്. ആർക്കും പറിച്ചു കളയുവാൻ കഴിയാത്ത, ആർക്കും അവയെ മറിച്ചു കളയുവാൻ കഴിയാത്ത. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ഇങ്ങനെ പറഞ്ഞത്: ദൈവ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നത് ആരാണ്? ആ ദൈവ സാന്നിധ്യത്തിൽ നിന്ന്, ആ ദൈവിക മനോഹാരിതകളിൽ നിന്ന്
വേർപിരിക്കുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും സാധ്യമല്ല. അതുമാത്രമല്ല, താൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, എൻ്റെ ആയുഷ്കാലമൊക്കെയും ദൈവം എനിക്ക് എത്രത്തോളം ആയുസ് തരുന്നോ അത്രത്തോളം ആയുസ് ദൈവാലയത്തിൽ പാർക്കുക എന്ന് പറയുന്നത് ആ ദൈവ സാന്നിധ്യം അറ്റുപോകാതെ, ആ ദൈവവുമായിട്ടുള്ള ബന്ധം അറ്റുപോകാതെ, ഒരു തനിക്ക് ദൈവം തന്ന ആയുസ്സിൻ്റെ അവസാന നിമിഷം വരെയും ആ ബന്ധം പുലർത്തിക്കൊണ്ടു പോകുക എന്ന് പറയുന്നത് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അനുഭവമാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അപേക്ഷയും ആഗ്രഹവും ഒന്ന് തന്നെ ആയിരിക്കണം. നമ്മുടെ അപേക്ഷയും ആഗ്രഹവും ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കണം. ആമേൻ. അതുകൊണ്ടാണ് പറയുന്നത്, ആ അപേക്ഷ അത് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അപേക്ഷയും ആഗ്രഹവും ലോകപരമായ അനുഗ്രഹങ്ങൾ, താൽക്കാലികമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രമാണെങ്കിൽ അതൊക്കെ നിമിഷങ്ങൾ കൊണ്ട് നശിച്ചു പോകുന്നതാണ്. എന്നാൽ താൻ ആഗ്രഹിക്കുന്ന തൻ്റെ അപേക്ഷയും ആഗ്രഹവുമെല്ലാം ദൈവികമായതിനാൽ അത് ഏറ്റവും ശ്രേഷ്ഠമാണ്, നിലനിൽക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ നിലനിൽക്കുന്നതായ, ആർക്കും പറിച്ചു കളയുവാൻ, നശിപ്പിച്ചു കളയുവാൻ കഴിയാത്ത ദൈവികമായ അനുഭവങ്ങൾ പ്രാപിക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദിവസം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.